എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന നിലപാടെടുക്കുന്നുണ്ട്. അതേസമയം കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ തരൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തതേ ശരിയായില്ല എന്ന നിലപാടുകാരനാണ്. UN-ൽ ഇരുന്ന ഒരാൾ പരസ്യമായി രാജ്യ നിലപാടിനെതിരെ രംഗത്ത് വന്നത് അംഗീകരിക്കാനാകില്ല എന്നും പറയുന്നു എന്നുള്ളതാണ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ഒന്ന് അടങ്ങിയിരിക്കുന്നു. അസംബന്ധം പറയാതെ പറയും. ഇല്ല, ഞാൻ അല്ല, അസംബന്ധം പറയാൻ എനിക്കൊരു അവകാശമുണ്ടോ? അല്ല, എനിക്ക് അസംബന്ധം പറയാൻ അവകാശമുണ്ടോ? ഞാൻ അശ്ലീലമൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ച് 30% മുസ്ലിങ്ങളെ ഭയന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആത്മഹത്യ ചെയ്യുന്നോ? ഓ അബ്ദുള്ള ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഞാൻ വലിച്ച് പുറത്തിടണോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പറയാൻ സമ്മതിക്കില്ല. അങ്ങേർക്ക് പേടിയാണ്. കാരണം ഞാൻ ഇവരെ എക്സ്പോസ് ചെയ്യും. നോട്ട് അപ് ടു ദ ബോൺ ബട്ട് അപ് ടു ദെയർ മാരോ. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? എനിക്ക് സൗകര്യമില്ല കാസിം മിരിക്കൂർ. 4000-5000 കിലോമീറ്റർ അകലെ കിടക്കുന്നവന്റെ ചരിത്രം ഞാൻ എന്തിനാ പഠിക്കുന്നത്? എൻ്റെ കുടുംബചരിത്രം മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഭാരതത്തിൻ്റെ അറിഞ്ഞുകൂടാ. ഞാൻ പാലസ്തീൻ്റെ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കണേ എനിക്ക് സൗകര്യമില്ല. പോയിന്റ് എനിക്ക് മനസ്സിലാകണില്ല. കേരളത്തിലെ ഏത് മുസ്ലിമിൻ്റെ ഏത് അമ്മാച്ചനാണ് പാലസ്തീനിലുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാട്ടം പിടിക്കുന്നത്? ഇപ്പൊ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പോയി കലാശിക്കാൻ പോകുന്നത് അയൽവക്കത്തുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്താണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അല്ലാതെ കേരളത്തിൽ ജൂതനൊന്നും ഇല്ലല്ലോ. ആരുടെ നെഞ്ചത്തായിരിക്കും പോകുന്നത്? ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെയും നെഞ്ചത്ത്. അതായത് ഉത്തമ മനസ്സിലായി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏത് അമ്മാച്ചനാണ് അതിന്റെ ഉത്തരം പറഞ്ഞു. അതിൽ തെറ്റില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഞാൻ പോകുന്നു. ബൈ.